എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ കാണാമല്ലോ. പിന്നെ അവിടെ അമ്പലത്തിൽ ദിവസവും പോകും ഞാൻ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നമ്മുടെ വീട്ടുകളിലൊക്കെ ഒന്ന് കാണാമല്ലോ. ഇങ്ങനെ വരുമ്പോഴല്ലേ പറ്റുള്ളൂ. വയ്യെങ്കിലും മന്നാതാ. എല്ലാവരും പറയും എന്നോട് അഡ്രസ്സ് എഴുതി കയ്യിൽ വയ്ക്കാൻ ചെയ്യാം, ഫോണില്ലാത്തതല്ലേ എന്ന്. എന്താ പറ്റിയ എന്ത് ചെയ്യുന്നൊക്കെ. ഞാൻ പോകട്ടെ ശുഭേദ, ഞാൻ ഇരിക്കണില്ല. അവിടെയൊക്കെ കയറിയിട്ട് ഞാൻ അവിടെ പോകും. മോനോടൊക്കെ പറയൂ കേട്ടോ. ചേട്ടനില്ലേ ഇവിടെ? ടാറ്റാ. ആ മോൻ അവിടെ ഉണ്ട്, മുകളിലുണ്ട്. പറയാം. ശരി ചേച്ചി. ആ അവിടെയൊക്കെ കയറിയിട്ടേ പോകുള്ളൂ അല്ലേ? നീ വൈകുന്നേരം ആകുമ്പോൾ പോകുള്ളൂ. ഇപ്പം വെയിലറിയിട്ടല്ലേ. ശരി എന്നാൽ അടുത്ത മാസം കാണാം. ടാറ്റാ. പാവം. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് പോയി. എന്തായാലും വാ, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചൂടെടുക്കും. ഫാനിട്ടാൽ അപ്പുറത്ത് പോയിരിക്കാം. ആ പുറകിലാകുമ്പോൾ ഇത്തിരി കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടും. വാ. ആ അമ്മായി എന്നാൽ അങ്ങോട്ട് പോയിരിക്കാം. അപ്പുറത്താകുമ്പോൾ ഒരു എന്താ പറയുക, പ്രകൃതി ഭംഗിയും കാറ്റുമൊക്കെ കിട്ടുമല്ലോ. ശരിയാ. ഇല്ല, ഞാനെടുത്ത് വയ്ക്കാം, കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് അവിടെ പോയിരിക്കാം. അയ്യോ കസേരയൊക്കെ എടുത്തിട്ട്. കസേര സ്റ്റൂള് മതി, കസേര വേണ്ട. അമ്മായി. അതേ അമ്മായി, ഇവിടെ നല്ല സുഖമാണ്. നല്ല കാറ്റ് ഇടയ്ക്കിടയ്ക്ക് വരും. വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയല്ലേ. പക്കികളോ പൂമ്പാറ്റിയോ കീരിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? രാജി ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ കൂടെ കൊടുക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ പറയാ അവിടെ ആർക്കും വേണ്ട. പിന്നെ ചേട്ടൻ്റെ വീട്ടിലെങ്ങാണ്ട് പോകാറുണ്ട്, കുറച്ച് ദൂരെയാണ്. അവിടെ ഇന്ന് പോണില്ല. ഇനി അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരും പറയും ഇത്ര വേണ്ട കൊണ്ടുവരണം. എല്ലാവർക്കും നമ്മുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ എല്ലാവർക്കും ഉണ്ടല്ലോ. പറഞ്ഞ പോലെ ഏത് കൂട്ടർക്കും ഉണ്ട് അവരവരുടെ ഇതുമായിട്ട് മതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് എന്നും ഉണ്ടാവും അമ്പലവും വഴിപാടും പായസവും ഒക്കെ ഇത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടേ വേണ്ടി വരുള്ളൂ. വേണം തന്നേക്കുമെന്ന് പറയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വഴിപാടാണെങ്കിൽ വാങ്ങിക്കുക. ഇതല്ല, ഈ പുള്ളിക്കാരത്തി ചെന്നിട്ട് വെറുതെ വാങ്ങിച്ചുകൊണ്ടേ വരും. എന്നിട്ട് എന്ത് ചെയ്യാൻ? ഇതേമാതിരി ആളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അതാണ് പരിപാടി. കഷ്ടം തോന്നുന്നേ പാവം. അത് തന്നെ, അതിനെ അമ്മ വളർത്തിയതിൻ്റെയാണത്. അമ്മ നല്ല അമ്മയൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു കാര്യം മോളെ കൊണ്ട് ചെയ്യിക്കില്ല. മിറ്റം അടിച്ചോ, പാത്രം തേക്കില്ല. അമ്മേ അടിച്ചു വരട്ടെ, മിറ്റം അടിക്കട്ടെ. മോളെ ചെയ്തു. അമ്മ അടുക്കള ചെയ്യാട്ടോ എന്ന് പറയും. അടുക്കളയിൽ മോൾ ചെയ്യാന്ന് വെച്ചാൽ അമ്മക്ക് ഞാൻ തന്നെ വെച്ചു കൊടുക്കണം അച്ഛനും എന്ന് പറഞ്ഞ് അമ്മ തന്നെ അടുക്കള കയറും. ഒരു ചോറ് വച്ച് വാർക്കാൻ പോലും ആ പെങ്കൊച്ചിനെ പഠിപ്പിച്ചില്ല അമ്മ. എന്തായി ഒടുവിൽ? പാവം. അവർ പോയി കഴിഞ്ഞപ്പോൾ അത് പെട്ടില്ലേ? അതെ. അമ്മ പറഞ്ഞു മാത്രമല്ല, എനിക്കും ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ വലിയ പിള്ളേരായില്ലേ, കല്യാണമൊന്നും ആയിട്ടില്ലെന്നേ ഉള്ളൂ. ആ സമയത്താണല്ലോ ആ ചേച്ചിയുടെ കല്യാണം നടന്നതൊക്കെ. ഞങ്ങളീ പറഞ്ഞ പോലെ അമ്മായി പറഞ്ഞു പോട്ട് മാറ്റി നിർത്തില്ല എന്നൊരു ഗുണം അമ്മയുടെ ഗുണം തന്നെയാണ്. ഏതമ്മമാരാണെങ്കിലും ശരി അങ്ങനെ ചെയ്യണം മക്കളെ, അല്ലേ? പൂമ്പാറ്റ. എന്താ പറയുക, പെൺമക്കളാണെങ്കിൽ ഏത് ലെവലിൽ പഠിച്ചു പോയാലും ആയിക്കോട്ടെ. പക്ഷേ എന്നാലും വീട്ടിൽ നിൽക്കണ കാലത്ത് നമ്മൾ അത്യാവശ്യം കഞ്ഞി ഒരു ചമ്മന്തി അരയ്ക്കാനെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര പണിക്കാരുണ്ടെങ്കിലും അവർ വരാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ നമുക്കൊരു കഞ്ഞിയും ചമ്മന്തി അരച്ച് കുടിക്കാമല്ലോ, ആരെയും ആശ്രയിക്കാണ്ട്. അതറിഞ്ഞിരിക്കണം ഏത് കൊമ്പത്തെത്തിയാലും. എനിക്ക് അമ്മയെ പോലെ തന്നെ പറയാനുണ്ട്. എൻ്റെ കല്യാണമൊക്കെ നടത്തി കൊടുത്തു അച്ഛനും ഉള്ളപ്പോൾ തന്നെ എൻ്റെ. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു. വയ്യാതിരിക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഭർത്താവായല്ലോ, കുടുംബമായല്ലോ എന്നൊരു സമാധാനമായിരുന്നു അവർക്ക്. അവൾക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല എന്ന്. നമ്മൾ വളർത്തിയതിൻ്റെ അല്ലേ ഒന്നും അറിയാണ്ടായത്. എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 10ാം ക്ലാസ് വരെ വിട്ടു. അത് കഴിഞ്ഞിട്ട് പോയില്ല. അത് അന്നത്തെ കാലത്ത് തന്നെ 10ാം ക്ലാസ്സൊക്കെ കുഴപ്പമില്ല പെൺപിള്ളേർക്ക്. പക്ഷേ അടുക്കള പണി ഒന്നും ചെയ്യിച്ചില്ല, വീട്ടുപണിയൊന്നും. എന്നാലും ഭർത്താവിൻ്റെ വീട്ടുകാർ ഇപ്പോഴും കാര്യമൊക്കെ കേട്ടോ അവിടെ പോകും. കുറച്ച് നാളെ നിന്നുള്ളൂ. അതിന് മുമ്പ് തന്നെ ഭർത്താവിന് ഈ പറഞ്ഞ പോലെ എന്തോ പെട്ടെന്ന് അസുഖം വന്ന് മരിച്ചു. പിള്ളേരും ആയില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം പറയണം. ഇപ്പം ആങ്ങളയുടെ കൂടെയാണ്. അതിന് ശേഷം അമ്മയും മരിച്ചു കഴിഞ്ഞതോടുകൂടി പൂർണ്ണമായിട്ടും അത് മാത്രമേ ആങ്ങളയുടെ കൂടെ. ഭർത്താവിൻ്റെ പെൻഷനോ അങ്ങനെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, ചെറിയ പെൻഷൻ എന്തോ.
അത് ആങ്ങളയ്ക്ക് കൊണ്ടേ കൊടുക്കുന്നു തോന്നുന്നു. എന്തൊക്കെയുണ്ട് കൂടുതലൊന്നും അറിയില്ല. എന്തോ ഇതിൻ്റെ ഷെയറിൽ പങ്ക് വീട്ടിലെ ആങ്ങളെ ഏൽപ്പിക്കുമോ അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടാണ് ആങ്ങളിവിടെ താമസിക്കണേ. എന്നാലും ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ മോളെ അത് നമ്മൾ യോജിച്ച് പോകണ്ടേ അവരോട് കൂടിയിട്ടുണ്ടായിട്ട്. നമ്മൾ നോക്കി നിന്നിട്ട് അവർ ചെയ്യണതും കണ്ട് വയ്ക്കണതും കഴിച്ചു. അത് ശരിയാണോ അത്? ഞാൻ അമ്പലത്തിൽ പോകും രാവിലെ എന്നും. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടണത് വാങ്ങിച്ച് കഴിക്കുക. അത് എന്തിനാ? നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് അത്. ഞാൻ അതിൻ്റെ ആവശ്യമുണ്ട്. ആ കുടുംബത്തോട് ചോദിച്ചു പോയാൽ തന്നെ അപ്പോൾ അവർക്ക് ഇഷ്ടാവില്ല. അത്രേ ഇഷ്ടമാവണത് എങ്ങനെയാണ്? ആദ്യമേ തന്നെ യോജിച്ച് ചെയ്തില്ല. ഞാൻ ഇതിനു മുമ്പ് കണ്ടൊരിക്കൽ വർത്താനം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യാനാ ചേച്ചി എന്ന് ചോദിച്ചു. എന്തായാലും നിങ്ങളെയൊക്കെ നന്നായിട്ട് തന്നെ ചേച്ചി വളർത്തി. അതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ. നിനക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വെച്ച് തരുമല്ലേ. അല്ലെങ്കിൽ നീ എന്നെ പോലെ തന്നെ അല്ല, നിൻ്റെ എന്നേലും നന്നായിട്ട് നിൻ്റെ അമ്മ വയ്ക്കും, അമ്മാമ്മ വയ്ക്കുന്നില്ല. അതുപോലെ നീ വയ്ക്കുന്ന എനിക്കറിയാം. എന്തായാലും മക്കളൊക്കെ ഈ നീ പറഞ്ഞ കൂട്ട് തന്നെ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ച് വളർത്തിയാൽ കൊള്ളാം അല്ലേ. അല്ലെങ്കിൽ മക്കൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞു തന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്കെന്നാ അപ്പം ഇതും കൂടെ അരിഞ്ഞിട്ട് അകത്ത് പോയിട്ട് വേഗം ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ പോട്ടെ. വിളക്ക് കൊളുത്താനായി തുടങ്ങും. അപ്പം അതിന് മുമ്പ് അങ്ങോട്ട് ഉണ്ടാക്കി തന്നിട്ട് പോകാമെന്ന് വെച്ച് വന്നതാണ്. കഴിഞ്ഞ വർത്താനം പറഞ്ഞ് അരിഞ്ഞു കഴിഞ്ഞ് അറിഞ്ഞില്ല അല്ലേ. പോവാം, നമുക്ക് അകത്തേക്ക് കയറിപ്പോവാം. നമുക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. ഇതിൻ്റെ ബാക്കി നമ്മുടെ അമ്മായിയുടെ അച്ചാറിൻ്റെ കൂട്ടെല്ലാം നാളെ കാണാം കേട്ടോ. ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ ആ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കുന്നത്. അപ്പം നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.